ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഒരു ഓഫ് ഡേയിൽ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കും. ഇന്ന് ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് പാലും മുട്ടയാണ്. എല്ലാ ദിവസവും സിക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് പാലും മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അരിയൊക്കെ കഴുകി ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗാർബേജൊക്കെ എടുത്ത് വെക്കുവാണ്. ഇവിടെ ഹൂസ്റ്റണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗാർബേജ് 2 ദിവസം പോകുന്നുള്ളതാണ്. അറ്റ്ലാൻ്റെ ഒരു പ്രാവശ്യം മാത്രമേ പോകത്തുള്ളായിരുന്നു. പിന്നെ തലേദിവസം ഉണ്ടാക്കി വെച്ച ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി റൈസൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഗാർബേജ് ബിന്നിൽ ബാഗൊക്കെ ഇട്ട് പിന്നെ രാത്രിയിലത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുവാണ്. പിന്നെ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളും മുട്ട പുഴുങ്ങിയതും ഒക്കെ പാത്രങ്ങൾ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കുവാണ് അടുത്ത പരിപാടി. ഞാൻ എന്ന് വിചാരിച്ചു പയർ തോരൻ, പിന്നെ കുറച്ച് മോര് കറി, പിന്നെ മീൻ കുറച്ച് വറക്കാം, കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പയർ തോരനൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ പയർ തോരനൊക്കെ വെച്ച് മോര് കറിയൊക്കെ ഉണ്ടാക്കി. ഇനി നമ്മുടെ അടുത്ത ടാസ്കും ബീട്രൂട്ടാണ്. അപ്പോൾ വിചാരിച്ച് ബീട്രൂട്ട് ഇരിക്കുന്നത്, എൻ്റെ പിള്ളേർക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അവർ പറയുന്നത് ബീട്രൂട്ട് കഴിച്ച സുന്ദരികളാവുന്നു. അങ്ങനെ ഞാൻ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കി, മീനൊക്കെ കട്ട് ചെയ്ത് പിന്നെ മീനൊക്കെ വാഷ് ചെയ്ത് വിനാഗിരിക്കകത്തിട്ട് കഴുകും കേട്ടോ. ഞാൻ കുറച്ച് വലിയ പീസായിട്ട് പിള്ളേർക്ക് വറുക്കുന്ന മീനാണ് ഇഷ്ടമുണ്ട്. ഞാൻ കുറച്ച് വലിയ പീസ് മീൻ പിള്ളേർക്ക് വറുക്കാൻ വേണ്ടി, ബാക്കി പീസുകൾ ഞാൻ വിചാരിച്ചു കറി വെക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീടൊക്കെ ഒരു പരിപാടി കഴിഞ്ഞ് വീടൊക്കെ തുടച്ച്, പിള്ളേരുള്ള വീടല്ലേ എന്ത് മെസ്സപ്പാണെന്നറിയാം. അങ്ങനെ വീട്ടിൽ ടോയ്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാം കൂട്ടിയിട്ട് ഫുഡൊക്കെ അടിച്ചു. അപ്പോഴത്തേനും ഓൾറെഡി 3:30 ആയി കേട്ടോ. പിള്ളേരെ 3 മണിയാകുമ്പോഴത്തേന് പിക്ക് ചെയ്യണം. 3 മണിയാകുമ്പം 2:30 ആകുമ്പോഴത്തേന് അങ്ങനെ അവളുമാർ 3 മണിയാകുമ്പോൾ പിക്ക് ചെയ്തിട്ട് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി 99 റാഞ്ച് ടാർഗറ്റിലൊക്കെ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ച് പിന്നെ നൈറ്റ് ടൈം കുക്കിംഗ് ആണ്. അവർ പിന്നെ അവർക്ക് സ്പഗറ്റി മീറ്റ് ബോൾ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഷ്റൂമും സ്പിനച്ചും ഒക്കെ ഇട്ട് ഞാനൊരു സ്പഗറ്റി മീറ്റ് ബോൾ ഹെൽത്തി ഫുഡായിട്ട് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ രാത്രിയിലത്തെ പരിപാടി തുടങ്ങി. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ തത്തമ്മയും ഹാപ്പിലാടായും ട്രെയിനിങ് കിടന്നിറങ്ങി. ഈ പിള്ളേരുടെ ബാഗൊക്കെ ഇവിടെ കിടക്കുവാണല്ലോ. ഈ ബാഗൊക്കെ എടുത്തു നോക്കണേ.